ഇതിനിടയിലാണ് ഏതാണ്ട് ഒരു രൂപ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിയ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളോട് തീർച്ചയായിട്ടും ഒരു കുട്ടി പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആർമിക്കാർ പരാതി തന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന്. ആ സ്പോട്ടിൽ ഞങ്ങൾ തന്നെ സാറോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ അവരെ കൂടി സഹായിച്ചു കൊടുക്കുന്നുണ്ട്, അവരതിൽ സംതൃപ്തരാണ്. അപ്പോൾ ഇവിടെ ഇയാൾ ഒരു എന്താ പറയാ ഒരു പട്ടിച്ചോ കാണിക്കുകയാണ്, അങ്ങനെ തന്നെ പറയാം. എന്തായാലും അവിടുത്തെ സംഘർഷവും തർക്കവും ഒക്കെ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മളോട് എല്ലാ ഈ കേരളത്തിൽ നിന്ന് വന്ന റെസ്ക്യൂവിനോട് മൊത്തത്തിൽ പുറത്തു പോകാൻ പറഞ്ഞു. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ 6 പേരാണുള്ളത്. പിന്നെ മറ്റു 2 സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള 2 സന്നദ്ധ സേനകൾ കൂടി അവിടെ നിലവിലുണ്ട്. അപ്പം ജസ്റ്റ് ഈ ഒരു വിഷയം വന്ന സമയത്ത് നമ്മളെ അവിടേക്ക് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ പുറത്തു പോകാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഭയന്നിട്ട് ഞങ്ങൾ പോകില്ല. ഇതിനൊരു തീരുമാനം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഇവിടെ അങ്ങോട്ട് കയറ്റിയിട്ടില്ലെങ്കിലും ഇവിടെ നമ്മളുണ്ടാവും ഞങ്ങളുടെ കൂടെ. കാരണം നമ്മളെ ആരും വിളിച്ചിട്ടും അല്ല നമ്മൾ വന്നത്. ഇപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? എംപി ഒക്കെ ഇടപെട്ടതിന് ശേഷം നിങ്ങളോട് അവിടെ വീണ്ടും തുടരാൻ നമ്മളോട് തുടരാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് പോയിട്ടില്ലെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് ലാത്തി ചാർജ് ഇവിടെ നടക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു മാനുഷിക ആ ഒരു പരിഗണന വെച്ച് ഞങ്ങൾ അല്പം മാറിയുന്നു. രഞ്ജിത് സാറിനെ പിടിച്ച് തള്ളിയൊക്കെ ചെയ്തിട്ടുണ്ട്, വടിയൊക്കെ മുഖത്ത് കൊണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രശ്നമല്ല, അദ്ദേഹം മടങ്ങി ഇറങ്ങുന്നിടത്തുനിന്ന് പിന്നീട് അദ്ദേഹം നമ്മുടെ മനോഫ്കയുടെ തീരുമാനപ്രകാരം അവരുടെ സമ്മർദ്ദപ്രകാരം അദ്ദേഹം അവിടെ തന്നെ വീണ്ടും നിലനിർപ്പിച്ച. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് മാത്രം. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. പരിഹരിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ആളിപ്പോ പുറത്തു പോയിട്ടുണ്ട്. ACP ആള് പുറത്തു പോയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു, ഇന്നലെയും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോ ഇന്നലെ ഞങ്ങള് ഒരു 2 മണിക്ക് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 2 മണിക്ക് ശേഷം നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവർ 3 ദിവസം ചെയ്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നലെ 2 മണിക്ക് ശേഷം. എന്തായിരിക്കും നിങ്ങൾ ഇങ്ങനെ അകറ്റാൻ നിങ്ങളോട് ഒരു പ്രകോപനം തോന്നാൻ കാരണം എന്തായിരിക്കും? അവർക്ക് മലയാളികളുടെ എന്തോ ഒരു വിദേശങ്ങളും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതോ നിങ്ങൾ ഇതിന്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോണ്ട് പോകുന്നത്? എല്ലാം കൊണ്ടും ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു ലാസ്റ്റ് ഘട്ടമാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരുമാണ് നിലവിൽ അവിടെ ഉള്ളത്. അത് നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ റോഡ് ക്ലിയർ ആക്കുകയോ ചെയ്യല്ല, അവിടെ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ഈ ലോറിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് വളരെ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ ഏതാണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് കാണാനുള്ള സാഹചര്യം വന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അടുത്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കാര്യങ്ങളിലേക്ക് പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളെ അകറ്റിയിട്ടുള്ളത്. ഇനി അറ്റ്ലീസ്റ്റ് അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട ആളുകളാരും വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഉള്ളത് മോശപ്പെട്ട രീതിയിലാണ് അവർ കാണുന്നത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി അടക്കം വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അന്നപ്പോ ഒന്നും ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ആള് വരുന്ന സമയത്തൊക്കെ ഇത് തന്നെ, ഇയാൾ വന്നു കഴിഞ്ഞാൽ ഒരു JCB കൂടെ വേണം. ആ JCBന്റെ കൊട്ടയിൽ കയറി നിന്നിട്ട് അയാളങ്ങനെ പൊക്കും. ആൾ ഉയർത്ത് പോയി എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കും, എന്നിട്ട് താത്തിയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കും അവിടുത്തെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളോട്. ആ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ അയാളെ താഴ്ത്തിയതിനു ശേഷം അയാൾ പോവും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ വരുന്നത്. ഈ രൂപത്തിലാണ്.